ഡോക്ടർ VPP മുസ്തഫ, ഈ തൃശ്ശൂരിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് UDF കൺവീനർ ഇന്ന് വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റു മണ്ഡലങ്ങളുമൊക്കെ പറയുന്നുണ്ട് ഗൗരവതരമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന് സ്ഥാപിക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു അത് അങ്ങേക്ക് ഖണ്ഡിക്കാം. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിന്റെ കാര്യം മാത്രം എടുത്താൽ ഹസൻ പറയുന്നത് 7 മണ്ഡലങ്ങളിലും നിങ്ങളുടെ അപ്രമാദിത്വമുള്ളതാണ്. അതിൽ തന്നെ 2 മന്ത്രിമാരുള്ള 2 മണ്ഡലങ്ങളുണ്ട്. എന്നിട്ടും തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും CPM 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്നു. ഗുരുവായൂർ ഒഴിച്ച് എല്ലായിടത്തും BJPക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഗുരുവായൂരിലാകട്ടെ നിങ്ങൾക്ക് നല്ല അപ്രമാദിത്വമാണ്, കഴിഞ്ഞ 4 തവണയായി. എന്നിട്ടും അവിടെ സുനിലിനേക്കാളും സുരേഷ് ഗോപിയേക്കാളും മുന്നിൽ മുരളീധരൻ എത്താനും കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക ന്യൂനപക്ഷ മനസ്സ് അതെത്ര മതനിരപേക്ഷപരമായി ചിന്തിച്ചു എന്നത് കൃത്യമാണ്. പക്ഷേ അതിന് ഒന്നും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചോർച്ചകൾ, വിള്ളലുകൾ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നു. അത് ആ പാത ആരാണ് സുഗമമാക്കിയത്? സാങ്കേതിക പ്രശ്നമുണ്ട്. VPP മുസ്തഫയിലേക്ക് വരാം. ശരി, കേൾക്കാം. VPP പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? കേൾക്കാം. തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ പിറകിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രമാണോ പിറകിൽ പോയത്? നമ്മളെന്തിനാ മറച്ചു വെക്കേണ്ട കാര്യം? നിങ്ങളുടെ മുമ്പിലെല്ലാം കണക്കുകളില്ലേ? കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലം, അതിൽ ഇപ്പോൾ 99 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന്റെ MLA-മാരാണ് ഉള്ളത്. പക്ഷേ 111 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിറകോട്ട് പോയിട്ടുണ്ട്. അവിടെ തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ ഡോക്ടർ VPP മുസ്തഫ ഇപ്പോ ഒറ്റ കാര്യം, എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. ഹസൻ 2 സ്ഥലത്ത് അവർക്ക് തിരിച്ചടി നേരിട്ട സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ആലത്തൂർ, 2 തൃശ്ശൂർ. ആലത്തൂരിൽ അവർക്ക് ആശങ്കയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 111 സ്ഥലങ്ങളിൽ നിങ്ങൾ പിന്നോട്ട് പോയതല്ല ആശങ്കയുണ്ടാക്കുന്നത്. 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്ത് BJP എത്തിയതാണ്. ആ 11 ഇടങ്ങളും നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതാണ് ആശങ്ക. എന്തുകൊണ്ടാണ് അങ്ങനെ ആ UDFന്റെ, കോൺഗ്രസിന്റെ ആ മതനിരപേക്ഷമായ വിലയിരുത്തലിനോട് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? വേണു, നിങ്ങൾ രാഷ്ട്രീയ ചരിത്രം കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ലേ? ശ്രീ MM ഹസൻ പറഞ്ഞതിൽ എന്ത് മതനിരപേക്ഷതയാ ഉള്ളത്? ഒറ്റ കാര്യമാണ്, ആലത്തൂരിലെ പരാജയവും തൃശ്ശൂരിലെ പരാജയവും അവർ തുല്യ നിലയിലല്ല കാണുന്നത്. ഹസൻ പറഞ്ഞത് തൃശ്ശൂരിലെ വോട്ട് ചോർച്ച അമർഷമുണ്ടാക്കുന്നത് എന്നതാണ്. 20,000-ലധികം ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ച ആലത്തൂരിന്റെ പരാജയം അവർ അങ്ങനല്ല കാണുന്നത്. അതെ, TN പ്രതാപന് ലഭിച്ച 88,000 വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? അതല്ലേ MM ഹസൻ പറയേണ്ടത്. അത് ഉയർത്തിയ പ്രശ്നമല്ലേ കോൺഗ്രസിനകത്തും കേരള രാഷ്ട്രീയത്തിനകത്തും ഉള്ളത്. പക്ഷേ ശ്രീ VPP മുസ്തഫ ഇപ്പൊ BJPയും CPM കൂടെ എന്തെങ്കിലും അന്തർധാര ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രതാപന്റെ വോട്ട് മുരളി പിടിക്കാത്തതിന് ആ ക്യാമ്പിനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ശക്തമായി പോരാടിയില്ലേ തിരുവനന്തപുരത്ത്? നിങ്ങളാണോ പോരാടിയത്? ശക്തമായി പോരാടിയില്ലേ ആലപ്പുഴയിൽ? നിങ്ങളാണോ പോരാടിയത്? ശക്തമായി പോരാടിയില്ലേ ആറ്റിങ്ങലിൽ? നിങ്ങളാണോ പോരാടിയത്? ഇവിടെയൊക്കെ നിങ്ങളെക്കാൾ ശക്തമായി BJPയുടെ വരവിനെ ചെറുത്തുകൊണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെങ്കിൽ അത് അവരുടെ മതനിരപേക്ഷമായ നിലപാടിന് കിട്ടിയ സ്വീകാര്യതയെ പറയണ്ടേ? UDFന് ആ ക്രെഡിറ്റ് കൊടുക്കണ്ട, ജനങ്ങൾ കൊടുത്തൊരു ക്രെഡിറ്റ് ആയിട്ടെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കണ്ടേ ജനാധിപത്യപരമായി? കേരളത്തിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നത് ഏതാണ്? BJPയുടെ പേരിൽ. ഞാൻ മൂവാറ്റുപുഴയിലെ കഴിഞ്ഞ PC തോമസ് ജയിച്ചത് വിടും. BJPയുടെ ചിഹ്നത്തിൽ ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് നേമത്താണ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ഈ പറയുന്ന 2 ആനുകൂല്യങ്ങൾ സഭയ്ക്കകത്ത് കിട്ടിയത് നിങ്ങൾക്കാണ്. അതിന്റെ 2 ആനുകൂല്യങ്ങൾ സഭയ്ക്കകത്ത് കിട്ടിയത് നിങ്ങൾക്കാണ്. ഒന്ന്, ശ്രീരാമകൃഷ്ണന് വോട്ട് കൊടുത്തത് ശ്രീരാമനും കൃഷ്ണനും ശിവനും ഒക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. 2, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് ഒരു വോട്ട് അപ്പുറത്തേക്ക് മാറിപ്പോയത്? ആ കടങ്കഥ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ VPP മുസ്തഫ? അല്ല, ഞാൻ കൃത്യമായിട്ട് കോൺഗ്രസ് വോട്ട് ചോർച്ചയുടെ കണക്ക്, അത് BJPയെ ജയിപ്പിച്ചതിന്റെ കണക്ക് പറയുമ്പോൾ എന്തിനാണ് വേണുവിന് ഇത്ര അസഹിഷ്ണുത? അത് പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കാതെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? അപ്പോ കോൺഗ്രസിന്റെ മതനിരപേക്ഷതയെയും കോൺഗ്രസിന്റെ പിന്തുണയെയും എല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അത് പറയുന്നതിന് മുമ്പേ MM ഹസൻ പറഞ്ഞതില് പൊള്ളത്തരം തുറന്നു കാണിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നേമം അസംബ്ലി മണ്ഡലത്തിൽ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശശി തരൂരിന്
നേമം അസംബ്ലി മണ്ഡലത്തിൽ ലഭിച്ചത് 32,000 വോട്ട്. പക്ഷെ 2 വർഷം കഴിഞ്ഞ് 2016 എത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒ രാജഗോപാൽ ജയിക്കുന്നു. 20,000 വോട്ട് കോൺഗ്രസിന്റെ നഷ്ടപ്പെടുന്നു. അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 12,000 വോട്ട്. പക്ഷെ ഇതേ കെ മുരളീധരനെ പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുകയും അവിടെ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വോട്ടുകളാകെ പിടിക്കുകയും ചെയ്തപ്പോൾ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. അവിടെ വി ശിവൻകുട്ടി ജയിച്ചു. ഇത് നമ്മുടെ മുന്നിലെ അനുഭവം. ഇതേ വോട്ടിംഗ് പാറ്റേൺ ആണ് ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. TM പ്രതാപന് ലഭിച്ച 88,000 വോട്ട് ഇല്ല കോൺഗ്രസിന്റേത്. അത്രയും വോട്ട് അതിനേക്കാൾ കുറച്ചധികം സുരേഷ് ഗോപി പിടിക്കുന്നു. അദ്ദേഹം അക്കൗണ്ട് തുറക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു വൈമനസ്യവുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പരിശോധിക്കും. അത് ശ്രീ ചേക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിനാകെ BJPയുടെ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. 3-4% അവരുടെ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. CPMന്റെ എല്ലാ കേന്ദ്രങ്ങളിലും BJPക്ക് വോട്ട് പോയിട്ടുണ്ട്. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് MV ജയരാജൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ VPP ഈ തുറന്ന മനസ്സിനെ ആദരിക്കാതെ വയ്യ. പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു? അല്ല, അത് വളരെ കൃത്യമാണല്ലോ. നമുക്കറിയാലോ ഈ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹിന്ദുത്വ വർഗീയതയുടെ ആശയങ്ങൾ ചിലത് ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിലെ ആരെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് മാഷ് ഇന്നലെ ഗോവിന്ദ മാഷ് സംസാരിക്കുമ്പോൾ വേണു പറഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് ആശയപരമായും സംഘടനാപരമായും വർഗീയതക്കെതിരായ പോരാട്ടം തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ ആദ്യത്തെ ദിവസത്തെ പ്രസ്താവനയിലെ അവസാനത്തെ വാചകവും അതാണ്. ആശയപരമായും സംഘടനാപരമായും വർഗീയതക്കെതിരായ പോരാട്ടം തുടരേണ്ടതുണ്ട്. നല്ലതുപോലെ കാണണം. കാരണം ഇത് 77 ഒരു ആവർത്തനം കൂടി ഈ വോട്ടിംഗ് പാറ്റേണിന്റെ സ്വഭാവത്തിലുണ്ട്. അന്ന് ഉത്തരേന്ത്യയിലെ സാധാരണ മനുഷ്യർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ദിശാബോധം കാണിച്ച് കോൺഗ്രസിന്റെ അധികാര കുത്തക തകർത്തപ്പോൾ അന്നും കേരളത്തിൽ കോൺഗ്രസിനാണ് വോട്ടുകൾ പോയത്. രാജനെ പോലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ രാജനെ പോലെ നിരവധി ആളുകളെ കൊന്നൊടുക്കിയ അന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനാണ് കേരളത്തിലെ പ്രബുദ്ധ ജനത 77 വോട്ട് കൊടുത്തത്. അത് ഇത്തവണയും 2024 77 ആവർത്തിച്ച് ഉത്തരേന്ത്യയിലെ കർഷകർ, അവിടുത്തെ സാധാരണ മനുഷ്യർ ഈ നരേന്ദ്രമോദിയുടെ അർദ്ധ ഫാഷിസ്റ്റ് വാഴ്ചക്കെതിരായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുതുവെളിച്ചം തെളിച്ചപ്പോൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിച്ചു. ഇന്ത്യയിലാകെ അവർക്ക് കുറയുകയാണ് ചെയ്തത്. അവരുടെ ഹൃദയഭൂമിയായ ഹിന്ദി ബെൽറ്റിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് തട്ടിയപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് അത് വർദ്ധിച്ചു എന്നുള്ളത് ആഴത്തിൽ ഇന്നിപ്പോ ദേശാവാനിയിൽ പറയുന്നത് പോലെ ഗോവിന്ദമാഷ്ടെ ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ അങ്ങ് ചൂണ്ടിക്കാട്ടിയ BJPയുടെ തളർച്ച വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ വടക്ക് BJPക്ക് 2.3% കുറഞ്ഞിരിക്കുന്നു, പടിഞ്ഞാറ് 14.4% കുറഞ്ഞിരിക്കുന്നു. അവിടെയാണ് കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച വലിയ ചോദ്യചിഹ്നമാകുന്നത്.